ऐं बगलामुखे सर्वदुष्टाय स्वाहा। ओम ऐं बगलामुखे डोनाल्ड ट्रम्प सर्वशत्रुनां स्वाहा। ഒരു ദിവസം ഒന്ന് കഴിഞ്ഞു പോകണമെങ്കിൽ എന്തൊക്കെ കോമഡികൾ കാണണം, എന്തൊക്കെ ഷോകൾ കാണണം. സത്യത്തിൽ വെടികൊണ്ടതിനേക്കാൾ ട്രംപിന് ഒരുപക്ഷെ വിഷമം ഇമ്മാതിരി പട്ടി ഷോകൾ കാണുമ്പോൾ തന്നെ ആയിരിക്കും. ഷോയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഷോ കാണിച്ച് പണി മേടിച്ച ചിലരുടെ കഥകളാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അത് പറയുന്നതിന് മുൻപ് മറ്റൊരു കാര്യം കൂടി പറയാതെ വയ്യ. ഡിവോഴ്സ് എന്ന് പറഞ്ഞ് കോടതി കയറി ഇറങ്ങുന്ന കാലമൊക്കെ കഴിഞ്ഞത്രേ. നിങ്ങൾ അറിഞ്ഞു കാണും ഒരുപക്ഷെ ഇപ്പോ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയെ പറ്റി. ദുബായ് രാജകുമാരി ഷെയ്ഖ് മഹ്റ ഇൻസ്റ്റഗ്രാമിലൂടെ ഭർത്താവിന് മൊഴി ചൊല്ലി ഡിവോഴ്സ് വാങ്ങിയ വാർത്തയാണ് ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങൾ മറ്റുള്ളവർക്കൊപ്പം തിരക്കിലായതിനാൽ ഞാൻ നമ്മുടെ വിവാഹമോചനം പ്രഖ്യാപിക്കുന്നു. ഞാൻ വിവാഹമോചനം ചെയ്യുന്നു. ഞാൻ വിവാഹമോചനം ചെയ്യുന്നു. ഞാൻ വിവാഹമോചനം ചെയ്യുന്നു. കാലം പോയ പോക്കെ ഇപ്പോഴത്തെ ദുബായ് ഭരണാധികാരിയുടെ മകളാണ് ഇത്തരത്തിൽ മൊഴി ചൊല്ലി വിവാഹമോചനം തേടിയത്. ഇനി ആദ്യമായി പറയാനുള്ളത് ഷോ കാണിച്ച് വെട്ടിലായ ഒരു മാളുകാരുടെ കഥയാണ്. തന്റെ ഇടമുള്ള ഒരു ഭരണാധികാരി നൽകിയ ഒരു തിരിച്ചടിയുടെ കഥയാണ്. നെത്തോലി അത്ര ചെറിയ മീനല്ല എന്ന് പറയുന്നത് പോലെ കർഷകൻ അത്ര നിസ്സാരക്കാരനല്ല എന്ന് തെളിയിച്ച ഒരു കഥയാണ്. ಹಾಕೊಂಡಿರೋಲ್ಲ ಮಾಡಿಲ್ಲ ಅಂದ್ರೆ ಇವ್ರು ನಾವು ಹೆಂಗೆ ಕರ್ಕೊಂಡು ಹೋಗೋದು ಮಾಲ್ ಒಳಗಡೆ ಅಲ್ಲೇ ಸೆಕ್ಯೂರಿಟಿ ಕೇಳಿದ್ರೆ ಅವನ ಹೇಳ್ತಾನೆ ಇಲ್ಲ ಸರ್ ನಾವು ಎಲ್ಲ ಮಾಡಲ್ಲ ನಮಗೆ ರೂಲ್ಸ್ ಇದೆ, ರೂಲ್ಸ್ ಅವ್ರು ನೀವು ಹೋಗಿ ಕೇಳ್ಕೊಳ್ಳಿ ಅಂತ ನಾವು ರಿಕ್ವೆಸ್ಟ್ ಮಾಡ್ಕೊಂಡ್ರು ಬಿಟ್ಟಿಲ್ಲ. ಮೀಡಿಯಾದವ್ರು ಅಂತಂದ್ರೆ ನೀವೇನಾರ ಇದ್ರು ಅಲ್ಲಿ ಮಾತಾಡ್ಕೊಳ್ಳಿ ಅಂತ. ಈಗ ಎಷ್ಟು ಗಂಟೆ ಬಂದಿದ್ದು? ನಾನು 6 ಗಂಟೆಗೆ ಬಂದಿದ್ದು. 6 ನೀವು ಒಳಗಡೆ ಹೋಗ್ತಾ ಇದ್ದೀವಿ. ബാംഗ്ലൂരിലെ വേൾഡ് മാൾ എന്നറിയപ്പെടുന്ന ഒരു വലിയ മാളിൽ മകനൊപ്പം ഒരു സിനിമ കാണാനെത്തിയ കർഷകനായ ഒരു വൃദ്ധനോട് അകത്തേക്ക് കയറാൻ സാധിക്കില്ലെന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ അറിയിച്ചു. കാര്യം തിരക്കിയപ്പോ അദ്ദേഹത്തിന്റെ വസ്ത്രമാണത്രേ പ്രശ്നം. മകന് വേണമെങ്കിൽ അകത്തേക്ക് കയറാം, ഇത്തരത്തിൽ വസ്ത്രം ധരിച്ചവർ അകത്തേക്ക് കടത്തരുതെന്നാണ് മാളിലെ റൂൾ. അവിടുത്തെ സാധാരണ കർഷകരുടെ വേഷം ധരിച്ചെത്തിയ ആ അച്ഛനെയും കൊണ്ട് മകന് പുറത്തു പോകേണ്ടി വന്നു. ഇനി പാന്റ് ധരിച്ചെത്തിയ വേണമെങ്കിൽ അകത്ത് കയറ്റിയിടാമെന്നായി സെക്യൂരിറ്റി. അച്ഛനുമായെത്തിയ മകൻ അച്ഛനെ നിരാശനാക്കണ്ട എന്ന് കരുതി അവിടുത്തെ സൂപ്പർവൈസറുടെ അനുമതി തേടിയെങ്കിലും അത് നടന്നില്ല. ഒടുവിൽ അതൊരു ചർച്ചയ്ക്ക് വഴിവെക്കുകയും അപമാനിക്കപ്പെട്ട അച്ഛനുമായി മടങ്ങേണ്ടി വരികയും ചെയ്തു. ഈ വീഡിയോ വൈറലായതോടെ കർണാടകയിൽ അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഒടുവിൽ സാധാരണക്കാർക്കായി സർക്കാർ തന്നെ രംഗത്തെത്തി. DK ശിവകുമാറും സിദ്ധരാമയ്യയും ചേർന്ന് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആ മാളിനി ഒരാഴ്ചത്തേക്ക് തുറക്കേണ്ട എന്ന് തന്നെ തീരുമാനിച്ചു. ഒരു സാധാരണക്കാരനായി സർക്കാർ ഇത്തരത്തിൽ നീങ്ങുമെന്ന് അവരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒടുവിൽ അപമാനിക്കപ്പെട്ട സ്ഥലത്ത് തന്നെ തങ്ങളുടെ തെറ്റേറ്റു പറഞ്ഞ് മാളുകാർ മാലയിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടി വന്നു. അത്തരത്തിലൊരു സാഹചര്യത്തിന് അവിടെ അരങ്ങൊരുങ്ങുകയായിരുന്നു. ഇതാവണം സർക്കാർ, ഇങ്ങനെ ആകണം സർക്കാർ എന്ന് അറിയാതെ പറഞ്ഞു പോകുന്ന സാഹചര്യമായിരുന്നു അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇനി ആ കർണാടകയിൽ നിന്ന് നേരെ ഇങ്ങ് കേരളത്തിലേക്ക് എത്തിയാലോ? കയ്യിലിരിപ്പിന്റെ ദോഷം കൊണ്ട് സത്യത്തിൽ ഇപ്പൊ പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് മന്ത്രി MB രാജേഷ്. ഏരിയ കമ്മിറ്റി അംഗമായ സഖാവ് വഞ്ചിയൂർ ബാബു അദ്ദേഹത്തിന്റെ മകളും കോർപ്പറേഷൻ കൗൺസിലറുമായ ഗായത്രിയെയും കൊണ്ട് മന്ത്രിയെ കാണാൻ എത്തിയിരുന്നു. എന്നാൽ മന്ത്രിക്ക് അത് അത്ര സുഖിച്ചിരുന്നില്ല. അവര് പറയുന്നത് കേൾക്കാനും മന്ത്രിക്ക് ക്ഷമയുണ്ടായിരുന്നില്ല. ആസിഫിനെ ശ്രദ്ധിക്കാതെ പോയ രമേശ് നാരായണനെ പോലെ. ഒടുവിൽ വഞ്ചിയൂർ ബാബുവിന് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ഇത് ഏരിയ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയായി. എന്നാൽ ഇതിന് എക്സ്പ്ലനേഷൻ നൽകിയ ജില്ലാ സെക്രട്ടറി V ജോയിയുടെ മറുപടിയാണ് ഏറ്റവും ഗംഭീരം. സർക്കാരിന്റെ ശ്രദ്ധയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായാൽ പോലും പാർട്ടി നയപ്രകാരം അച്ഛനും മകളുമായി മന്ത്രിയെ കാണാൻ പോയിക്കൂടാ, അത് ബന്ധുത്വമാകും അത്രേ. എത്ര നല്ല തീരുമാനമല്ലേ? അച്ഛന്റെ പേര് മകൾക്ക് കോഴ വാങ്ങാം, മരുമകന് മന്ത്രിയാകാം, ആശാൻ അടുപ്പിലുമാകാം എന്ന് പറയുന്നത് പോലെ. പക്ഷെ ഇതൊന്നും താഴെത്തട്ടിൽ നടക്കില്ലെന്ന് മാത്രം. സത്യത്തിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റത്തെ പറ്റി MV ഗോവിന്ദൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ വെച്ച് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷയായ ഗായത്രി ബാബു ഒന്ന് വിമർശിച്ചിരുന്നു. അതിന്റെ ചുരുക്കാണ് മന്ത്രി അവിടെ കാണിച്ചത്. പല നാട്ടിൽ പല നിയമം എന്ന് പറയുന്നത് പോലെ പല നാട്ടിൽ പല വിലയുള്ള മനുഷ്യൻ ഇലക്ഷൻ സമയത്ത് പൊന്നും വിലയുള്ള മുത്താണ് സാധാരണക്കാരെന്ന് ഓർമ്മിപ്പിക്കുന്ന സന്ദർഭങ്ങളാണ് അരങ്ങിൽ ആടിത്തിമിർക്കുന്നത്. അപ്പോൾ കാണാം, കണ്ടുമുട്ടാം. കൂടുതൽ വിശേഷങ്ങളുമായി ഉടനെ തന്നെ.